അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥതയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഏറ്റുപറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പിടാറുന്ന അത്ഭുതകരം, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തിയാൽ നിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും അധരത്തെയും കർത്താവ് സംശുദ്ധമാക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന വഴികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ചിന്ത, നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖം നോക്കി ഉപദേശിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ആവശ്യമായ ഗൃഹപാഠങ്ങൾ ചെയ്തു തരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധതയാണ് ആ വചനങ്ങളുടെ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്ന നിൻ്റെ കടന്നു പോകുന്ന വഴികളിൽ കർത്താവ് നിൻ്റെ ദൂതനയച്ചുകൊണ്ട് നിൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ ചിന്തകളെ ആശീർവദിക്കട്ടെ. നിൻ്റെ തീരുമാനങ്ങളെ ആശീർവദിക്കട്ടെ. നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കട്ടെ. നിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളെയും ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ആശ്രയിക്കപ്പെടട്ടെ. സംസാരിക്കുന്ന വിഷയങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എഴുതുന്ന കാര്യങ്ങൾ, ഒപ്പിടുന്ന കാര്യങ്ങൾ, തീരുമാനിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ വ്യക്തിയെ കാണാൻ വേണ്ടിയോ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നിനക്ക് അനുകൂലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആ വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ നിനക്കായി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥന കർത്താവ് ഭവനരഹിതരായുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ രോഗങ്ങളാൽ വലയപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരഭർത്തകന്മാരിൽ അകന്ന് കഴിയുന്നവർ പിരിഞ്ഞു കഴിയുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾ, ജീവിത യാതനകൾ, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ, അതുപോലെ തന്നെ കോടതിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, റിവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ, നിൻ്റെ ഉപരിപഠനത്തിനും ഉപരി ജീവിതത്തിന് ആവശ്യമായ യോഗ്യത നേടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുടെ മേലും ദൈവികമായ കൃപ ആവസ്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിത കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും, തൊഴിൽ പരിശ്രമങ്ങളെയും, ജോലി പരിശ്രമങ്ങളെയും, ഉദ്യോഗ പരിശ്രമങ്ങളെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുകയും അതിൻ്റെ തടസ്സങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. ഉടമ്പടിയിലിരിക്കുന്നവർ കർത്താവിൻ്റെയോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തതയാണ് അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത്. അതുവഴിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഉടമ്പടിയിൽ വൃത്തിയായിട്ടും വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. ഇന്നലെ പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനത് സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയാം. നിങ്ങളതിൻ്റെ വലിയ വിശദീകരണമായ രൂപം ഉടമ്പടി ധ്യാനം കൂടി തന്നെ മനസ്സിലാക്കിയാൽ മതി. മൂത്ത മകൻ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനങ്ങളിലൊന്നും ഒരിക്കലും പാഴായിപ്പോവുകയോ, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഈ മൂത്ത മകനെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കണമെന്ന്. ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ വാര ദിവസങ്ങളൊക്കെ എന്നോട് അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ അവനോട് അപ്പൻ പറയുന്നൊരു വാക്കില്ലേ, അവനെങ്ങാനും സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇളയ മകനെപ്പോലെ ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ, ഇളയ മകനെ പണ്ടിതുപോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അവനെ പരിചരിക്കാതിരുന്ന, അവനോട് സാന്ത്വനങ്ങൾ പറയാതിരുന്ന, വീട്ടിൽ നിർത്താതിരുന്ന അപ്പൻ എന്തുകൊണ്ടാണ് മൂത്ത മകനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങുകയും പട്ടാങ്ങി പറഞ്ഞ് അവനെ കൂടെ നിർത്തുകയും ചെയ്തത്? എന്താ ഈ ഒരു വ്യത്യാസമുണ്ടേ? നമ്മളെപ്പോഴും ഇളയ മകൻ്റെ മാനസാന്തത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും, അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള തോന്നിവാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ മനസ്സിലാക്കി. പക്ഷേ ചില ആൾക്കാർ എന്നോട് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും, ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാതിരുന്നിട്ടില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിലാണ് വളർത്തുന്നത്, പക്ഷേ അവിശ്വാസികളെക്കാൾ മോശമായ ജീവിതാനുഭവങ്ങളല്ല അച്ഛൻ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്തം വിട്ടു പോകും. ശരിയാണ് എല്ലാവരും പറയണത്. പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നവരാണ്, പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്രയോ മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിലെ ഭൗതികമായ സുഖങ്ങളൊക്കെ അനുഭവം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങൾ ഞെരുങ്ങളെ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് മൂത്ത മകനാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മൂത്ത മകൻ പറഞ്ഞ ഇതാണ്, എൻ്റെ അപ്പ എത്ര കാലമായി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നത്. അത് ഭാഗം വായിച്ചേ. ലൂക്കാ 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. കണ്ടാ, ആ പരിഭവം മൂത്തമാൻ്റെ അല്ല. എനിക്കൊണ്ട് സഭയിൽ 90% മൂത്ത മക്കളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ബലിജീവിതത്തിന് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാനീ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ഇനി ദൈവം ഉണ്ടോ എന്നൊക്കെ തരുന്നതോടെ ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തിയിൽ നിന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അപ്പനൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. എന്താ അപ്പം പറയണത് ഒന്ന് വായിച്ചാൽ? ലൂക്കാ 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പോൾ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതിൻ്റെ അത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട്, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട്. രണ്ട് തരം പ്രാർത്ഥനയുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ 10 കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ 5 നടക്കും, 5 നടക്കത്തില്ല. 5 നടക്കാതിരിക്കുന്നതല്ല സംഭവം. 5 നടക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻ്റെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആധ്യാത്മികമായിട്ട് വലിയ താമസന്മാരെ പോലെ നിത്യതയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഓരോരുത്തന്മാർ പ്രാർത്ഥിക്കുന്നത് അവരുടെ ജോലി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഈ ചാകുമ്പോൾ തീരണ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ചില സമയത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിക്ഷേപമില്ലാത്ത കാരണം ദൈവം ചില പ്രാർത്ഥനകൾ റിസർവ് ചെയ്ത് കളയും. അത് കേൾക്കാത്തതല്ല, അത് റിസർവ് ചെയ്യണതാണ്. എങ്ങോട്ട് റിസർവ് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി. അപ്പോൾ പലപ്പോഴും ഓർക്കേണ്ടത് നിൻ്റെ നിത്യത എന്ന് പറയുന്നതും എന്താണ്? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അതാണ് അപ്പം പറയണത്. കാര്യം ആ വാക്ക് ഉപയോഗിക്കണത് തന്നെ, എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ആ വാക്കിൻ്റെ കൂടെ ഇത് ചേർത്ത് വെക്കേണ്ടതാണ്. എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത് ജീവിത ക്ലേശങ്ങളെ ചില സമയത്ത് ദൈവത്തിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ പീഡാസങ്ങളെ കൂട്ടിവെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അർത്ഥമാണ് ബൈബിൾ നൽകുന്നത്. ലൂക്കാ 22:28 എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അപ്പൊ ഇത് തന്നെയാണ് മൂത്ത മകനോട് ഈശോ പറയണത്. നീ എൻ്റെ മകനെ എപ്പോഴും നീ എന്നോട് കൂടിയാണല്ലോ. അതാണ് നിരന്തരം എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. അപ്പോൾ എപ്പോഴും നിരന്തരം കഷം കഴിഞ്ഞ് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തരായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് നൽകുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നൽകുന്നു. നിത്യത അവകാശം ഓഹരിമാക്കുന്നതിന് വേണ്ടിയാണ് അനുദിന കാര്യങ്ങൾ ചില സമയത്ത് റിസർവേഷൻ വരണത്. ദൈവത്തിൻ്റെ ഇടപെടൽ റിസർവേഷൻ. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം, നന്ദി പറയുകയും ചെയ്യണം. എന്താണ്? ഞാൻ കൊതിച്ചു തന്നില്ല, ആശിച്ചു തന്നില്ല, പക്ഷേ കർത്താവ് ആശിച്ചേക്ക് തന്നു. അതെൻ്റെ നിത്യജീവിതമാണ്. എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഒരു കാരണവശാലും കിട്ടാത്ത അനുഗ്രഹത്തെ ഓർത്ത് വിശ്വാസത്തിൽ അപാചയം ഉണ്ടാക്കരുത്. എൻ്റെ പേര് രേഷ്മ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എന്താ പറയുക, കോട്ടയത്താണ് എന്നെ ശരിക്കുള്ള വീട്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മേനെ വളർത്തിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു 18 വയസ്സായപ്പോഴേക്കും എൻ്റെ ബന്ധുക്കാരൊക്കെ കൂടി എന്നെ കെട്ടിച്ചു വിട്ടു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും എൻ്റെ പഠിപ്പൊക്കെ നിന്നുപോയി. പഠിക്കാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2 മക്കളുണ്ട്. ഞാൻ പിന്നെ എനിക്കൊരു 27 വയസ്സായപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് 3-3.5 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സ്ഥലത്ത് റിലയൻസിൽ ജോലിക്ക് കയറി കഴിഞ്ഞ് അവിടെ ജോലിക്ക് കയറിയത് എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാമിലിയിലൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ജോലിക്ക് പോകുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങളായപ്പം എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. പ്രൊമോട്ടറായിരുന്നു, 15,000 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോബ് റിസൈൻ ചെയ്തു, വീട്ടിലിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ജോബിന് പോവാത്തതും വീട്ടിലെ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആൾ പോലും സപ്പോർട്ടിനില്ലാത്ത ഒരവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിപ്രഷനായിപ്പോയി. 3 മാസം ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് തന്നെ വാതിലടച്ചിട്ട് ഇരിക്കലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയില്ല, മക്കളുടെ കാര്യങ്ങൾ എന്നെ നോക്കില്ല, ഹസ്ബൻഡിനോട് മിണ്ടില്ല, ഹസ്ബൻഡിൻ്റെ അമ്മയോട് മിണ്ടില്ല, ഫുഡ് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അതുപോലെ എൻ്റെ ജീവിതം ഒരുപാട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. അതിനും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, മോൻ വന്ന് കഴിക്കേ, മോൻ്റെ ജീവിതം ഇങ്ങനെ ആവൂല, ഇതൊക്കെ മാറണ ഒരു ദിവസം മോൻ്റെ ജീവിതത്തിലേക്ക് വരും. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ. അമ്മച്ചോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, അതുപോലെ സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് ഡിപ്രഷൻ ആയതുകൊണ്ട് ഞാൻ മുറിക്കാത്തിരുന്ന് തന്നെ ചിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ആരോടും മിണ്ടില്ല, ഭയങ്കര അവസ്ഥ. മക്കളൊന്നും വന്ന് വിളിച്ചാലൊന്നും മിണ്ടത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അതുപോലെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു.
ആ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു ഒരു അച്ഛൻ്റെ. അതിനകത്ത് ഇങ്ങനെ പറയാണ്, ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തിയവരെ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്താൻ ഈശോ സമ്മതിക്കില്ല എന്നുള്ളൊരു റീല് കണ്ടു. അത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അവിടെ നിന്ന് ആ ഒരു റീല് കണ്ടിട്ട് പിന്നീട് നടന്നത് ഭയങ്കര ചേഞ്ചസാണ് എനിക്ക്. കാരണം പിന്നെ ഞാൻ ആ അച്ഛൻ്റെ റീൽസൊക്കെ കണ്ടിന്യൂസ്ലി കാണാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു വീഡിയോ കിട്ടി. ഞാനത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് തന്നെയുള്ളൊരു സാക്ഷിയായിരുന്നു. ഞാൻ അച്ഛനെ ഫോളോ ചെയ്തു. പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ ആദ്യം കേട്ടൊരു വാക്കെന്ന് പറഞ്ഞാൽ, 0 മെറിറ്റിൽ നിൽക്കണ ഒരാൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ സമയം ചുരുക്കിയിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സാക്ഷിയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അച്ഛൻ പറയണത്. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എൻ്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. 0 മെറിറ്റ് തന്നെയാണ്. സാമ്പത്തികപരമായിട്ടും ഒരു കാര്യമില്ല. എൻ്റെ വീട്ടുകാരാൽ എനിക്കൊരു സപ്പോർട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനാൽ എനിക്കൊരു സപ്പോർട്ടില്ല. ആകെ കൂടിയുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്നറിയാം, പക്ഷെ അതെങ്ങനെ എടുക്കാം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. ഞാൻ ചുമ്മാ കമൻസൊക്കെ വരുന്നത് വായിച്ചിട്ട് അച്ഛൻ്റെ പേജിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടെന്ന് കണ്ടു. ഞാൻ ആ ലിങ്ക് എടുത്തിട്ട് ഞാൻ അതിനകത്ത് 5 നിയോഗങ്ങൾ വെച്ചു. 6ാമത്തെ നിയോഗം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ റൂമിൽ നിന്നൊക്കെ മെല്ലെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമേ ഞാൻ വീട്ടിൽ വെക്കത്തുള്ളൂ. ഇതാണ് എന്നെ വഴി നടത്തുന്നത്. പിന്നെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ തുടങ്ങി, മിണ്ടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടി ഇങ്ങനെ ഇവിടെ കൃപാസനത്തിൽ പോണവർക്കൊക്കെ നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് കേട്ടോ. നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മയുടെ ഗ്രേസിൽ അത് നമുക്ക് തരും കേട്ടോ എന്നിങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞ്. ഇവളോട് മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാത്രം കാര്യമാവില്ല, നമുക്ക് പോവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, കാരണം ജോലിയില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ഹസ്ബൻഡ് കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അതും ഒരു സപ്പോർട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു 500 രൂപ തരണം, എനിക്ക് കൃപാസനത്തിലൊന്ന് പോകണം, അമ്മച്ചി എനിക്ക് എവിടെന്നെങ്കിലും കടം മേടിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ കൊച്ചിന് 1000 രൂപ തരാം, കൊച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ 1000 രൂപ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ ജോമോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇതാണ് ജോമോളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞേടാ, നമുക്ക് ഒന്നും നോക്കണ്ട, നാളെ തന്നെ നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ മാസം ഫെബ്രുവരി 4-ന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു. ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഇവിടെ വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 12:30 സമയമായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചില്ല. ഞാനൊരു വീഡിയോ അച്ഛൻ്റെ ടോക്ക് കണ്ടതിനകത്ത് അക്രൈസ്തവർ ഇപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നില്ല, അത് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉടമ്പടി ചിട്ടകളൊക്കെ പാലിക്കാമെന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇവൾ ക്രിസ്ത്യനാണ്, അപ്പോൾ ഇവളുടെ ഇതിൽ ഒരു 3 നിയോഗം എനിക്കും വെക്കാം, ഇവളുടെ കൂടെ നിൽക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ ഇവിടെ വന്നു, ഇവൾ ഉടമ്പടിയുടെ ചീട്ടൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. ഒരു 1:45 സമയമായി. അച്ഛൻ ബ്ലെസ്സിങ് ചെയ്യുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പം ഞാൻ ഓർത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഇവിടെ മാലയൊക്കെ മേടിച്ചിടുന്നുണ്ടല്ലോ, അതിൻ്റെ മണമായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ഇവളോടത്ത് ഒന്നും പറഞ്ഞില്ല. ആ ചെയറിൽ അവിടെ വന്നിരുന്നപ്പം ഞാൻ ഇവളോട് ചോദിച്ചു. അപ്പോൾ ഇവക്ക് മൂക്കടപ്പായിരുന്നു, അതുകൊണ്ട് ഇവക്ക് സ്മെല്ല് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇല്ലല്ലോപ്പാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൺഫേം ആയി, അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം തന്നു, ഞാൻ ഉടമ്പടി എടുക്കണം. എൻ്റെ കണ്ണൊക്കെ അപ്പോൾ അവിടെ ഇരുന്ന് നിറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, നീ എന്തായാലും പോയി ഉടമ്പടി എടുക്കാനുള്ള ചീട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഓടിപ്പോയി ഉടമ്പടി എടുക്കാനുള്ള ചീട്ട് എടുത്തു. ഉടമ്പടിയെല്ലാം എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ സമയം 6:45, 7 മണി കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ 9:30. കാരണം ഹസ്ബൻഡ് വരണതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം. ഹസ്ബൻഡിന് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് വരണതിന് മുന്നേ വീട്ടിലെത്തണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിയായി ഞാൻ മൂവാറ്റുപുഴ എത്തിയപ്പം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, 10 മണിയാകുമ്പോഴേക്കും പുള്ളി വരണത്, അതിന് മുന്നേ എന്നെ വീട്ടിലെത്തിക്കണം, ഓട്ടോറിക്ഷയില്ല, വീട്ടിലേക്ക് പോണ വഴിയിൽ റോഡ് പണി നടക്കുകയാണ്, വണ്ടിയൊന്നുമില്ല.
ഞാൻ ആകെ വിഷമിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പേടിക്കണേ, ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ അടുത്തുനിന്നല്ലേ വരുന്നത്, ഇനി അമ്മയുടെ കയ്യിലാണ് ബാക്കി കാര്യം. പക്ഷേ കറക്റ്റ് എനിക്കൊരു വണ്ടി കിട്ടി, ഞാൻ കറക്റ്റ് വീട്ടിലെത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, അവൻ വന്നതിന് മുന്നേ കൊച്ചിവിടെ എത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഉടമ്പടി എടുത്തു പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളെന്ന് പറയാൻ പറ്റില്ല, അത്യത്ഭുതങ്ങളാണ്. കാരണം 0 മെറിറ്റാണ്, എൻ്റെ കയ്യിൽ ഫണ്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ഞങ്ങൾ 2 പേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പുറത്തേക്ക് പോവാം, പക്ഷെ പൈസ വേണം, 1 ലക്ഷം രൂപയെങ്കിലും ആവും പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ അമ്മച്ചിയുടെ നിന്ന് കടം മേടിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ വന്നത്. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ പോലും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിയോഗം വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നിയോഗങ്ങളെപ്പറ്റി ഓർക്കുന്നില്ല. ഞാൻ വെച്ച നിയോഗങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല. ഉടമ്പടിയിൽ അമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കും, ഉടമ്പടീനെ പറ്റി ഞാൻ ചിന്തിക്കണേ ഇല്ല എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവൾക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ആണ്, ഈ മാസം കയറി പോകണം. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച ഫസ്റ്റ് നിയോഗം എന്ന് പറയണത് ഫെബ്രുവരി 20 മുമ്പ്, എനിക്ക് മെറിറ്റൊന്നും ഇല്ല, എന്നാലും ഞാൻ വെറുതെ വെച്ചതാണ്. 20 മുമ്പ് എനിക്ക് എനിക്ക് മെറിറ്റില്ല, അമ്മയുടെ ഗ്രേസിൽ എനിക്ക് പുറത്തേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തരണേ അമ്മേ, ഫണ്ട് ഉൾപ്പെടെ എന്നാണ് ഞാൻ എഴുതിയത്, നിയോഗത്തിൽ എഴുതിയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കയ്യിൽ കാശില്ല, എൻ്റെ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല, 10 പൈസയില്ല. ഞാൻ എന്നിട്ട് ഞാനിങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇന്നപോലെ ചാൻസ് ഒന്നും, ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ പൈസയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇവളും എൻ്റെ ഒരു വിശ്വാസത്താൽ ഇവളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്ക് വിസ എടുക്കണം, നിങ്ങൾ ഫണ്ട് ഇടണം, 50,000 രൂപ വെച്ച് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നാണ് പൈസ ഇടണം, 10 മണിക്കുള്ളിൽ പൈസ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ അറിയാലോ ഞാൻ ചോദിച്ചവരുടെ അടുത്തൊന്നും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, ഇന്ന് 10 മണിയാകുമ്പോൾ ഇട്ട് കൊടുക്കണം, അമ്മ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടോ, എനിക്ക് അമ്മയിലാണ് വിശ്വാസം കേട്ടോ, അമ്മ എനിക്ക് മധ്യസ്ഥം വഹിക്കണോട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഒരു 11 മണിയായപ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് പൈസ വല്ല ആയോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ലാടാ, എൻ്റെ പോക്കൊന്നും നടക്കൂല എന്നാ തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ എന്നോട് പറയാണ്, എടാ നീ മൂവാറ്റുപുഴയ്ക്ക് വാ, എൻ്റെ ആൻറ്റി പറഞ്ഞു ഒരു മാല പണയം വെക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം അത് പറയുമ്പോൾ എനിക്കെൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ആൻറ്റി നമ്മൾ പ്രതീക്ഷിച്ച ഒരാളല്ല. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെ ചെന്നു, അമ്മ മാല പണയം വെക്കാൻ തന്നു, ഞങ്ങൾ പോയി ബാങ്കിൽ പോയി പണയം വെച്ച് പൈസ അയച്ചു കൊടുത്തു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ പൈസ ഇല്ലാണ്ട് നിങ്ങൾ മൂവാറ്റുപുഴയുടെ കറങ്ങി നടന്നിട്ട് എന്നാ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ വിസയ്ക്കുള്ള പൈസ അടച്ചു, പക്ഷെ അവൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ബസ്സിൽ തിരിച്ചു പോരണ സമയത്ത് ഇങ്ങനെ മനസ്സിലോർത്തു, എൻ്റെ ദൈവമേ ജോമോൾക്ക് പൈസയായി, ഇനി എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ചോദിച്ചവരുടെ അടുത്തൊന്നും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും അമ്മ? അപ്പം ഞാൻ മനസ്സോർത്തു, അമ്മയ്ക്ക് എന്നോട് ഒത്തിരി ഇഷ്ടം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ പരീക്ഷിക്കണേ. അമ്മ എത്ര പരീക്ഷിച്ചാലും അമ്മയുടെ അടുത്ത് ഞാൻ തറുതല പറയൂല, അമ്മ എന്നെ സഹായിക്കൂല എന്ന് പറയൂല എന്ന് ഞാൻ മനസ്സിലോർത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ച ചേച്ചി എനിക്ക് 25,000 രൂപയാണ് തരാമെന്ന് പറഞ്ഞത്. ആ ചേച്ചി ഒരു 5 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു ഞാൻ വീട്ടിലേക്ക് വരുവാണ്, 50,000 രൂപ ഇപ്പം തന്നെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 50,000 രൂപ അപ്പം തന്നെ ആ ചേച്ചി കൊണ്ടു തന്നു. അപ്പം ഞാൻ 1 ലക്ഷം രൂപയാണ് ചോദിച്ചത്, ചേച്ചി 25,000 രൂപയെ തരുവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ 50,000 രൂപ കൊണ്ടു തന്നു. ആ 50,000 രൂപയ്ക്ക് എൻ്റെ ഒരു ഓർണമെൻറ്റ്, അതായത് എൻ്റെ ഒരു കൊലുസ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ പണയം ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മച്ചിനെയും കൂട്ടിക്കൊണ്ടുപോയി ആ സ്വർണ്ണം എടുത്ത് ആ ഓർണമെൻറ്റ് മേടിച്ച കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റപ്പോൾ ഞങ്ങൾക്കൊരു 10-70,000 രൂപ കൂടുതൽ കിട്ടി. അപ്പോൾ 70,000 രൂപയായി. ബാക്കി എല്ലാ പൈസ അടച്ചു, പോകാനുള്ള പൈസയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇനി ബാക്കി എത്ര രൂപയാണ് പോകാൻ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഒരു 50,000 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. ആ 50,000 രൂപ ഞാൻ തരാട്ടോ എന്നും പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും മെറിറ്റില്ല കേട്ടോ, എൻ്റെ കാര്യത്തിൽ 0 മെറിറ്റാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷനാണ്, വേറെ ഒന്നുമില്ല. അതായത് ബാക്ക് സപ്പോർട്ടിന് ആരുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ 3 മാസമൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അമ്മ മാതാവാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കണു, മാതാവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ 20-ാം തീയതി 21-ാം തീയതി ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ, അതായത് ഉപ്പ്, എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല പനിയായിരുന്നു.
അപ്പം അമ്മ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ വരട്ടെ, അതിലും വലിയ എന്താ പറയുക ഗുണമുള്ളൊരു സാധനമല്ല ഇവിടെ ഇരിക്കണേ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്തപ്പം അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് മാതാവിൻ്റെ ഫോട്ടോയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ ദേ എൻ്റെ കുഞ്ഞിന് തീരെ ഛർദിയാണ്, നല്ല പനിയാണ്, ഉപ്പിട്ട് ഞാൻ കഞ്ഞി കൊടുക്കാൻ പോവുക, ഇനി ബാക്കി അമ്മയുടെ കയ്യിലാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞി കോരി 2-3 സ്പൂൺ കൊടുത്തു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് നല്ല ആക്റ്റീവായി. ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ വലിയ അനുഗ്രഹമാണ്. പിന്നെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ അമ്മച്ചിക്ക് കാലിന് തേയ്മാനം ഉള്ളതാണ്. ഞാൻ എന്നും അമ്മച്ചിക്ക് വൈകുന്നേരം കാലിൽ കുരിശ് വരച്ചു കൊടുക്കും. പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ നെറ്റിയിൽ വൈകുന്നേരം കുരിശ് വരയ്ക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും തന്നെ വഴിയോരത്തിരിക്കണവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫണ്ടായിട്ടാണെങ്കിലും ഫുഡായിട്ടാണെങ്കിലും പിന്നെ സ്നേഹത്തോടെ അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി സംസാരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത്, എൻ്റെ കയ്യിലൊരു പത്രം, ഞാൻ റിലയൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പത്രം കിട്ടിയത്. ഒരു ചേച്ചി ഒഴിവാക്കുന്നത് പോലെയാണ് എൻ്റെ കയ്യിൽ പത്രം കൊണ്ടു തന്നത്. അന്ന് അതിൻ്റെ മഹത്വം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ബസ് കയറി എൻ്റെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ആ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പത്രം അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അവിടെ ഇവിടെയും വെക്കും എന്ന് എനിക്കോ തോന്നണവർക്ക് ഞാൻ പത്രം കൊടുക്കാറില്ല. കാരണം ഇത് അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 21-ാം തീയതി പോവുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വലിയൊരു അനുഭവമാണ്. ഇതിൻ്റെ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വലിയ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുമ്പം വ്യക്തമാണ്. അപ്പം ദൈവം നമ്മളിലൂടെ ഇപ്പം നമ്മളെപ്പോഴും എന്തിനാണ് നമ്മൾ ഈ വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ അച്ഛനെപ്പോഴും പറയും നമ്മളിവിടുത്തെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ മാത്രമല്ല, ആരൊക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരത് കട്ട് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഏതോ മുറിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന സമയത്ത് ഇപ്പം നമുക്കിനി ഒരു മൊബൈൽ അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ മാറ്റി വെച്ചിട്ടൊരു ആത്മീയതയെക്കുറിച്ച് ഇനി ചിന്തിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. മൊബൈലില്ലാത്തൊരു ലോകം, അങ്ങനൊരു ലോകം ഒന്നും ഇനി നമ്മൾ ഇപ്പം ദൈവം നൽകിയതാണല്ലോ. ശാസ്ത്രവും ശാസ്ത്രവിദ്യകളും ഉപകരണങ്ങളും എല്ലാം ദൈവം നൽകിയതാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് ഇനി ഇതിലൂടെ വേണം സുവിശേഷം വൽക്കരണം നടത്തുവാനായിട്ട്. ഇനി അത് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിന് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളൊരു അഡമൻ്റ് മെൻറ്റാലിറ്റിയുടെ ആവശ്യമില്ല. നവമാധ്യമങ്ങളാണ് ഇപ്പോൾ ദൈവം നൽകിയതെങ്കിൽ അതിലൂടെ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് സാക്ഷ്യം ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം നമ്മൾക്ക് പരിചയമുള്ളവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും. ഇപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വന്നൊരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞ സാക്ഷ്യം എൻ്റെ കൂട്ടുകാരൻ്റെ ഷെയർ ചെയ്തൊരു സാക്ഷ്യം ഞാൻ വെറുതെ അവൻ കണ്ടെന്നറിയിക്കാൻ വേണ്ടി കയറി കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്താണ് സത്യമാണോ എന്ന് അറിയാനാണ് ഞാനിവിടെ വന്നതെന്നുള്ളതാണ്. പിന്നീട് അവൻ പറയുന്നത് മുഴുവൻ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദൈവത്തിനൊരു ഇൻവിറ്റേഷൻ, അതാണ് കർത്താവ് ഈ ലോകമെമ്പാടും പോയി എല്ലാവരെയും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മൈക്ക് എടുത്ത് വെച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ പള്ളിയിൽ വരുന്നവരോട് പ്രസംഗിക്കാൻ മാത്രമല്ല പറ്റത്തുള്ളൂ. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ മാർഗ്ഗത്തിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ സമയമുള്ളവർക്ക് സമയമനുസരിച്ച് കേൾക്കാനായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ആരാധനയാണെങ്കിലും ഓരോ സാക്ഷ്യങ്ങളാണല്ലോ. ചില സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറയുന്ന വലിയ അനുഭവം ഉണ്ടാകും. കാരണം അത്രയും ഹൃദയം കൊണ്ടവർ പറയും. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അത് ദൈവം സഹായിച്ച് ഈ കർത്താവ് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്നുള്ള കാര്യം കർത്താവ് സുവിശേഷത്തിൽ ജനനത്തെക്കുറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട് സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞ് എല്ലാവരും സ്വന്തമാക്കപ്പെടണം, ഞാൻ വന്നിരിക്കുന്നത് സജീവം. അപ്പം കർത്താവിൻ്റെ വരവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നുള്ളത് ഒരു ശുശ്രൂഷ എന്നുള്ളത് കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ചിലരെ എടുത്ത് മുൻപോട്ട് നിർത്തി പറയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ പോലും ഇത്രയും പേരെ നല്ലവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പം കർത്താവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇപ്പം ഈ മകൾ പറഞ്ഞ സെൻറ്റൻസ് അനുസരിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എല്ലാവരും ഒരു ദിവസം കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി കർത്താവാണ് രക്ഷകനെന്ന് ഏറ്റുപറയുന്നതൊക്കെ പറയുന്ന ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവർ വേറെ ഒരിക്കലും. ഇപ്പം ഇതൊരു അഭിഷേകം പോലെ കടന്നു പോകുന്നുള്ളത്. ആ സെൻറ്റൻസൊക്കെ നമ്മൾ ആവശ്യത്തിന് പ്രസംഗത്തിലും ബൈബിളിലൊക്കെ വായിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തോന്നാത്ത എന്തോ ഒരു അഭിഷേകം ആ ഒരു ഇത് കാണുമ്പോൾ ഈ മകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയോ അതിലൊരു പ്രാർത്ഥനയുണ്ട്. അതിപ്പോൾ അത് ഇവിടുന്ന് വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് നമ്മുടെ തന്നെ എടുത്ത് ഇട്ടതാണോ എന്നറിയത്തില്ല. പക്ഷേ അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന നവമാധ്യമങ്ങളോട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജിന് പോലും ഒരു ജീവിതത്തെ ഇതുപോലെ അൾത്താരയിലേക്ക് കൊണ്ടുവരാൻ തക്കവിധം അഭിഷേകം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോട് ഈ മകൾ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ അഭേദ്യമായിട്ട് ബന്ധമുള്ള സ്വന്തം അമ്മയേക്കാൾ ഉപരി പ്രാർത്ഥനയുടെ അടുപ്പമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഒരു ഇൻറ്റിമസിയിലേക്കാണ്
ഓരോ ഉടമ്പടി എടുത്തവർ നിർത്തിക്കുന്നത്. ഇതിൽ ജാതിയും മതവും ഒന്നും ഒരു വിഷയമല്ലെന്ന് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായി. ഏറ്റവും മനോഹരമായിട്ട് ഹൃദ്യമായിട്ട് മനസ്സിൽ തട്ടി ആത്മാവ് നിറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞത് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ക്രിസ്തുവിനെയും മാതാവിനെയൊക്കെ നേരത്തെ അറിഞ്ഞവരെക്കാളും ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രം ഉടമ്പടിയിലേക്ക് കടന്നു വന്നവർ പറയുന്ന സാക്ഷ്യങ്ങൾ കേട്ട ഒരു പക്ഷേ നമുക്ക് പോലും അത്രയും പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ഒരു പക്ഷേ ഒരു ഇതും നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ഒരു പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാവാം കർത്താവിനെ നമ്മളിങ്ങനെ ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു സ്വത്തായിട്ട് മൂടിപ്പിടിച്ചിരിക്കേണ്ട ഒന്നല്ലെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തി തരണുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളറിഞ്ഞ കർത്താവിനെ ലോകമെമ്പാടും അറിയിക്കണമെന്നുള്ളൊരു മിഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഇന്നിവിടെ ഒരു ദേവാലയവും ഇന്നൊരു കർത്താവിനെ മാതാവിനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പണ്ട് ഇതുപോലെ രാജ്യവും നാടും ഊരുമൊക്കെ വിട്ട് അപ്പോസ്തലന്മാരും മിഷണറിമാരും ഇവിടെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടാകത്തില്ല, കർത്താവിനെ മാതാവിനെ നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ തരുവേ. അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്നും കരുതണ്ട, പക്ഷേ നീ മുന്നോട്ട് പോക്കോ, ദൈവത്തിൻ്റെ നാമത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവം നടത്തും. ഇത് വലിയൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ പത്രം കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കണം ഈ പരസ്യം കൊടുക്കണമെന്ന് കാണുന്നത്. പക്ഷേ അതൊന്നുമല്ല. ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ 2 സാക്ഷ്യങ്ങളും കണ്ടില്ലേ, അവർ പ്രാർത്ഥനയോട് അത് വായിക്കുമ്പം നമുക്ക് ഒരാളെ വിളിച്ചു നിർത്തി കർത്താവിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ ഒരു അത്രയും ഒരു ലോകമാണ്, പെട്ടെന്നൊരു സമയമൊന്നും കിട്ടത്തില്ല. പക്ഷേ അവർ സമാധാനത്തിൽ എപ്പോഴെങ്കിലും അത് വായിക്കുമ്പം സത്യസന്ധമായ കാര്യമാണ്. 10-600 സാക്ഷ്യത്തിൽ 100 മാത്രമേ നമുക്ക് അതിനെ തച്ചടിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ എത്ര സാക്ഷ്യം വരുമ്പോഴാണ് ഒരു 100-500 സാക്ഷ്യം അല്ലെങ്കിൽ 300 സാക്ഷ്യം മാത്രം നമ്മൾ യൂട്യൂബിൽ ഇടുന്നത്, അതിൽ ഒരു ഇരട്ടി വരുമ്പോഴും. അപ്പോൾ ഇതുപോലെ ദൈവം നമുക്ക് അനുഭവങ്ങൾ നൽകുമ്പം അത് പങ്കുവെക്കുമ്പോഴാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ട ഒരു സാക്ഷ്യമെങ്കിലും കാണും, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു വ്യക്തിക്കും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പൊക്കോ മാതാവ് നോക്കിക്കൊള്ളുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ അത് ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ അനുഭവത്തോട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുമ്പം കടന്നു വരുമ്പോൾ മാതാവിൻ്റെ ബാക്കി ഏറ്റെടുത്തോളേ. ഇത് നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശ്വസത്തോടെ നിന്നാൽ മതി, ബാക്കി കർത്താവിൻ്റെ കാര്യമാണല്ലോ. ഇവിടെ നമുക്കിവിടെ മാതാവിനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള യന്ത്രമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു പോകുന്നവരൊക്കെയും പിന്നീട് 5-6 വർഷമായിട്ട് സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ നിർത്തുന്ന എന്തോ ഒരു വേറൊരു സംഭവമുണ്ട്. ഇവിടെ പത്രം കൂടുതൽ വിൽക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയോ ഒന്നും കൊടുക്കണില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പോലും നമുക്ക് ഒരുക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നോക്കി സ്ഥലം മാറ്റാനും പറ്റത്തില്ല. പക്ഷേ അമ്മ ഇവിടെ വരുന്നവരെ ഹോണർ ചെയ്യുന്നുണ്ട്. അതിവിടെ വന്ന് കാല് കുത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആളുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. പരിശുദ്ധ അമ്മ എത്ര സാക്ഷ്യങ്ങളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മകളെ പ്രതി ഇപ്പം മകൾ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് 0 മെറിറ്റ് എന്നുള്ള, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ കർത്താവ് നമ്മുടെ തുണയ്ക്ക് വരും എന്നുള്ളൊരു വലിയൊരു ബോധ്യം നമുക്ക് പറഞ്ഞു തരാനായിട്ട് കർത്താവ് ഈ മകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.